RSI. നമസ്കാരം. ശശി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തേവന്നൂർ വാർഡിൻ്റെ ഇളമണ്ണ പഞ്ചായത്തിലെ തേവന്നൂർ വാർഡിൻ്റെ വികസനോത്സവത്തിൻ്റെ ഈ തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹർദ്ദമായ സ്വാഗതം. ഇളമാട് ഗ്രാമപഞ്ചായത്ത് തേവന്നൂർ വാർഡിൻ്റെ വികസനോത്സവമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന അടിസ്ഥാനത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വാർഡ് തലത്തിൽ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ സദസ്സ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തേവന്നൂർ വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ശ്രീ ആർ ഹിരൺ നടത്തി വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടത്തേണ്ട ഈ പരിപാടി പഞ്ചായത്ത് ഫുള്ളായിട്ട് അവർ നടത്താൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വാർഡ് അടിസ്ഥാനത്തിൽ ഇത് നടത്തണം എന്ന് തീരുമാനിച്ചത്. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ വാർഡിൽ നടത്തിയ വികസനങ്ങളെ കുറിച്ചുമൊക്കെ ശ്രീ ഹിരൺ ഇവിടെ പറയുന്നതാണ്. ഞാനെൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ഈ വികസനോത്സവത്തിൻ്റെ അധ്യക്ഷനായി ഇവിടെ ഉള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ആർ ഹിരണിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹിരണിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വികസനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പർ അഡ്വക്കേറ്റ് ഷൈൻകുമാറാണ്. അദ്ദേഹം നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും കിട്ടാവുന്നതിൻ്റെ പരമാവധി ഫണ്ട് നമ്മുടെ ഈ ഇളമാട് പഞ്ചായത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം വിനിയോഗിച്ച ഫണ്ടിനെ കുറിച്ച് വിശദമായി ഷൈൻകുമാർ പറയുന്നതാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ഷൈൻകുമാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ആശാ വർക്കർമാരെ ആദരിക്കലും മുഖ്യ പ്രഭാഷണവും നടത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജി വിക്രമപിള്ളയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഇപ്പോൾ ഹിരണ്ട വാർഡിലായാലും ഇടത്തറപ്പണ വാർഡിലായാലും നിരവധി ഫണ്ടുകൾ അദ്ദേഹം വിനിയോഗിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ ഈ സ്കൂളിൻ്റെ ബാക്കിൽ സോളാർ ലൈറ്റ് വരെ ഇപ്പം നമുക്ക് എൻ്റെ വാർഡിലും ലക്ഷംകുന്നുംപുറത്ത് ശ്രീ വിക്രമേണ്ണൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും സോളാർ ലൈറ്റ് വരെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നടത്തിയ വികസനങ്ങൾ വിക്രമേണ്ണൻ പറയുന്നതാണ്. ശ്രീ വിക്രമേണ്ണനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട തങ്കപ്പ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ആശാ വർക്കർമാർ, മേറ്റുമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പാലിയേറ്റീവ്, ഹരിതകർമ്മസേന അംഗങ്ങൾ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകൻ, പ്രിയപ്പെട്ട വാർഡ് അംഗങ്ങളെ, എല്ലാ ആളുകളെയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വികസനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷൈൻകുമാർ, സ്വാഗതം ആശംസിച്ച എൻ്റെ സഹപ്രവർത്തകൻ സന്തോഷ് കുമാർ RS, തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിപ്പം ഉടനെ എത്തും. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ ശ്രീ PK ബാലചന്ദ്രൻ, ബ്ലോക്ക് അംഗം ജി വിക്രമൻ, ഇളമാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ MC ബിനുകുമാർ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ D തങ്കപ്പൻ, ഈ വികസന സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള തേവന്നൂർ വാർഡിലെ ഏറെ പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ 5 വർഷക്കാലം വളരെ പെട്ടെന്ന് കടന്നുപോയി എന്നുള്ളതിനപ്പുറം വ്യക്തിപരമായി ഒട്ടേറെ അനുഭവങ്ങൾ എനിക്ക് നേടിത്തന്ന കാലമാണ് 5 വർഷം. ഒരു ജനപ്രതിനിധിയായി ആദ്യമായി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നാട് കോവിഡ് എന്ന മഹാമാരിയുടെ ഭീതിയിലായിരുന്നു. ഏകദേശം ഒരു 1.5 വർഷക്കാലം
കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിച്ചത്. നമ്മുടെ എല്ലാം നാട്ടിൽ വളരെ വ്യാപകമായി കോവിഡ് പിടിപെടുന്ന ഘട്ടത്തിൽ ചെറുതും വലുതുമായ സഹായങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോവിഡിന്റെ രോഗികളെ പരിചരിക്കുന്നതായാലും ഈ പഞ്ചായത്തിനും അതിന് പുറത്തും കോവിഡ് വന്ന് മരണപ്പെട്ട ആളുകളുടെ മൃതശരീരം വളരെ ഭീതിയോടുകൂടി ബന്ധുക്കൾ പോലും അടുക്കാൻ കഴിയാത്ത ഘട്ടത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് വിവിധ ഇടങ്ങളിൽ സംസ്കരിക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ആ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ വാർഡിലും ആ ഘട്ടത്തിൽ ഒരു കോവിഡ് ബാധിച്ച് ഒരു മരണമുണ്ടായി. അപ്പോൾ ആ കോവിഡിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്യാൻ കഴിയുന്ന പരിമിതികൾ ഒരുപാടുണ്ടായിരുന്നു ഈ 5 വർഷക്കാലം എന്ന് നിങ്ങൾക്കറിയാം. ആ പരിമിതികൾ വിവിധ രൂപത്തിലാണ്. ഒന്ന്, ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലുള്ള പരിമിതി ഉണ്ടായിരുന്നു. ഫണ്ടുകളുടെ അപര്യാപ്തത ആ ഘട്ടത്തിലുണ്ടായിരുന്നു. സംസ്ഥാനമാകെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടമെല്ലാം മറികടന്നാണ് സംസ്ഥാന സർക്കാർ കോവിഡിനെയും മറികടന്ന് കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളെയും മറികടന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ വിവിധ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ സംഘടിപ്പിക്കുന്നതും ചരിത്രത്തിലാദ്യമായി ഒരു തുടർഭരണം നമ്മുടെ നാട്ടിലുണ്ടാവുകയും ചെയ്തു. ഇതിന്റെ എല്ലാം ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും വലിയ കാര്യമായി ഞാൻ കാണുന്നത്. ജനപ്രതിനിധി അല്ലാതെയും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു വന്ന ഘട്ടമുണ്ട്. വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളുടെ പേരിൽ ആരോടും വ്യത്യസ്ത കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരിമിതികൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതെല്ലാം ഉണ്ടായിരുന്നു. വികസനത്തെ സംബന്ധിച്ച് റോഡായാലും മറ്റ് വികസന പ്രവർത്തനങ്ങളായാലും സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന ഫണ്ടിനകത്തു നിന്ന് നമ്മുടെ വാർഡിലേക്ക് അനുവദിക്കപ്പെടുന്ന പണം ഏതെല്ലാം രൂപത്തിൽ വിനിയോഗിക്കണം, അത് ഏതെല്ലാം മേഖലകളിൽ വിനിയോഗിക്കണമെന്നല്ല ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ താല്പര്യം ആ കാര്യത്തിൽ കാണിച്ചിട്ടേയില്ല. ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ജനപ്രതിനിധികൾ നമ്മുടെ വാർഡുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളിൽ ആവശ്യപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം അവരുടെയും ഫണ്ടിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നന്നായി സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. പ്രധാനമായും നമ്മുടെ വാർഡിൽ പഞ്ചായത്തിന് വിട്ടുകിട്ടിയിട്ടുള്ള ഗവൺമെന്റ് LPSുമായി ബന്ധപ്പെട്ട് ഈ 5 വർഷക്കാലവും പദ്ധതി രൂപീകരണവുമായി മുന്നോട്ട് പോകുമ്പോൾ നിർബന്ധമായും നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞാൻ ആവശ്യപ്പെട്ടിരുന്നത് തേവന്നൂർ ഗവൺമെന്റ് LPSന് ഏതെങ്കിലും രൂപത്തിലുള്ള ഫണ്ട് അനുവദിക്കണം. അത് കൃത്യമായി വാങ്ങിയെടുക്കാനും അത് കൃത്യമായി ഭംഗിയായി അതവിടെ നടപ്പാക്കാനും സാധിച്ചു എന്നുള്ളത് അഭിമാനബോധത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. കുട്ടികളുടെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയും പ്രീ പ്രൈമറി അടങ്ങുന്ന കൊച്ചുകുട്ടികളുടെ സ്കൂൾ എന്ന നിലയിൽ അവരുടെ സുരക്ഷിതത്വം ഒരു വലിയ പ്രശ്നമായി നിന്നിരുന്നു. ചുറ്റുമതിലുണ്ടെങ്കിലും ഗേറ്റടക്കമുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത ഘട്ടത്തിലാണ് ജനപ്രതിനിധിയായി വരുന്നത്. ആദ്യം പരിഗണിച്ചത് അടച്ചുറപ്പുള്ള ഒരു ചുറ്റുമതിലും അതിന്റെ ഗേറ്റും ഒരു തരത്തിലും ഈ പ്രത്യേക ഘട്ടത്തിൽ തെരുവ് നായികൾ അടക്കമുള്ള കുട്ടികൾക്കെതിരെയുള്ള ഒരു ആക്രമണത്തിന് അവർ വിധേയരാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് ആദ്യം ഘട്ടത്തിൽ നടപ്പാക്കുന്നത്. പിന്നെ നടപ്പാക്കിയത് അവിടെ ഒരു യോഗം കൂടുമ്പോൾ, അസംബ്ലി കൂടുമ്പോൾ, നമ്മളെല്ലാം ഏതെങ്കിലും വാർഷികമെല്ലാം നടത്തുമ്പോൾ എല്ലാ കാലവും നമ്മളൊരു ടാർപ്പയെല്ലാം വലിച്ചു കെട്ടിയാണ് നടത്തിയിരുന്നത്. അതിന് ആ സ്കൂളിന്റെ സ്ഥല പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് വളരെ മനോഹരമായ ഓഡിറ്റോറിയം 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആ സ്കൂളിൽ നമ്മൾ നടപ്പാക്കിയത്. ഞാൻ ഓരോന്നും എണ്ണി പറയുകയല്ല. അതിനുശേഷം ഇതിനിടയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ ഏതാണ്ട് 1.5 കോടി രൂപ ചിലവഴിച്ചാണ് ഒരു 2 നില കെട്ടിടം നമുക്ക് സർക്കാർ അനുവദിച്ചത്. അന്ന് ശ്രീ ഷീല സജീവെല്ലാം ജനപ്രതിനിധിയായിരിക്കുന്ന ഘട്ടത്തിലാണ്. അതിന്റെ 2ാം നിലയിൽ കുട്ടികൾ ഇടനാഴിലെല്ലാം നടക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ
ചാടിക്കേറി അതൊരു അപകടകരമായ സ്ഥിതിയാണ് എന്ന് മനസ്സിലാക്കി ആ വർഷം തന്നെ ആ പുറത്തേക്ക് തുറക്കുന്ന എല്ലാ മാർഗങ്ങളും ഗ്രില്ലിട്ട് പൂർത്തിയാക്കാൻ 2 ലക്ഷം രൂപ ആ ഘട്ടത്തിൽ അനുവദിച്ചു. അതും ആ ഘട്ടത്തിൽ പൂർത്തിയാക്കി. അങ്ങനെ തേവന്നൂർ ഗവൺമെന്റ് LPSന്റെ സമഗ്രമായ വികസനം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ഇനി പ്രത്യേകിച്ച് ഇതിനിടയിൽ നമ്മുടെ പ്രീ പ്രൈമറി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഘട്ടം വന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഫണ്ട് അലോക്കേഷൻ നടന്നു. പക്ഷേ നമ്മൾ നമ്മുടേതായ പൈസ കൂടി വെച്ചാൽ മാത്രമേ അത് നടപ്പാകൂ എന്ന ഘട്ടം വന്നപ്പോൾ പഞ്ചായത്തിൽ നിന്നും 10 ലക്ഷം രൂപ കൂടി അനുവദിച്ചാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീ പ്രൈമറി കെട്ടിടവും അതിന് ചേർന്നുള്ള കുട്ടികളുടെ ചെറിയൊരു കളി ഉപകരണങ്ങളെല്ലാം നിൽക്കുന്ന ഒരു പാർക്ക് പോലുള്ള സംവിധാനവും എല്ലാം ഉണ്ടായതും അതിന്റെ ഫ്രണ്ടിൽ കാണുന്ന ആർച്ച് ഉൾപ്പെടെ ആ ഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തനം മാത്രം ഏതാണ്ട് 10 ലക്ഷം രൂപയുടേതാണ്. വിവിധ ഇടങ്ങളിലെ റോഡുകളുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നടപ്പാക്കിയ റോഡുകൾ, നമ്മുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കപ്പെട്ട തുക കൊണ്ട് നടപ്പാക്കിയ റോഡുകളെല്ലാം സമ്പൂർണമായി നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്നില്ല. ഇപ്പോഴും വളരെ മോശപ്പെട്ട സ്ഥിതിയിലുള്ള ഇടറോഡുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. എങ്കിലും ഇപ്പോൾ അനുവദിക്കപ്പെട്ട ടെൻഡറെല്ലാം പൂർത്തിയാക്കിയ 5 ലക്ഷം രൂപയുടെ റോഡിന്റെ പണി ഏതാണ്ട് 2 ആഴ്ചക്കകം ആരംഭിക്കും. നമ്മുടെ പ്രധാന റോഡ് 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുരിക്കാട് നിന്നും ചെറുവല്ലൂരേക്ക് പോകുന്ന റോഡിൽ ആദ്യം പൈസ അനുവദിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. 13 ലക്ഷം രൂപ അനുവദിച്ച് ഏകദേശം 1 കിലോമീറ്റർ അതിന്റെ പണി പൂർത്തിയാക്കി. പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് എന്ന നിലയിൽ വീണ്ടും ഒരു 13 ലക്ഷം രൂപ കൂടി അനുവദിച്ച് അത് നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തി തീരുന്ന ചെറുവല്ലൂർ തൊട്ടിപ്പുറത്ത് വരെ എത്തിക്കുകയും അതിനുശേഷം വീണ്ടും ഒരു 5 ലക്ഷം രൂപ അനുവദിച്ച് അതിന്റെ ഇരു സൈഡുകളിലും കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടി ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി നടന്നു. MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് 5 ലക്ഷം രൂപ MLA ഫണ്ട് ഉപയോഗിച്ച് ഒരു റോഡിന്റെ പ്രവർത്തനം നടന്നു. ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് റോഡുകൾ, 4-5 ഇട റോഡുകളിൽ ഇനിയും വെള്ളമെത്താത്ത വീടുകളുണ്ട് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഏകദേശം ഒരു 30 വീടിന് താഴെ മാത്രമേ അതുള്ളൂ. ബാക്കി തേവന്നൂരിലെ എല്ലാ വീടുകളും ജലജീവൻ മിഷന്റെ വെള്ളം എത്തിക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യം കൂടി ഘട്ടത്തിലുണ്ട്. അതിന്റെ ഈ എത്താത്ത സ്ഥലങ്ങളിൽ അതിന്റെ പ്രവർത്തനം നടക്കാതെ പോകുന്നത് നമ്മുടെ ഏതെങ്കിലും ബസ്സുകൾ കൊണ്ടല്ല. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും ജലജീവൻ മിഷന്റെ കേന്ദ്ര ഫണ്ടിന്റെ അലോക്കേഷൻ സംബന്ധിച്ചും അത് മുൻപ് വർക്ക് ചെയ്ത കോൺട്രാക്ടർക്ക് ബില്ല് മാറിക്കൊടുക്കുന്നതിന്റെ ഡിലേ കൊണ്ട് അവർ വർക്ക് എടുക്കാതെ നിൽക്കുന്ന ചില ടെക്നിക്കലായിട്ടുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ അതുകൂടി പൂർത്തിയാക്കി ഈ വാർഡ് മെമ്പർ എന്ന കടമയിൽ നിന്നും പിരിയണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനുള്ള തീവ്രമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ തൊഴിലുറപ്പായാലും കുടുംബശ്രീ രംഗത്തായാലും മറ്റെല്ലാ കാര്യങ്ങളിലും കാര്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കുറ്റവും കുറവും മനുഷ്യസഹജമായ പെശകുകളുമെല്ലാം ഉണ്ടാകും എന്ന് സ്വയം ബോധ്യപ്പെട്ട് തന്നെയാണ് ഞാൻ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ അംഗങ്ങളും ഈ വാർഡിന് നൽകിയ സംഭാവന വലുതാണ്. ഈ വാർഡിനെ സംബന്ധിച്ച് ആ വാർഡിനെ ഇങ്ങനെ ചലിപ്പിച്ചു നിർത്തുന്നത്, നിരന്തരമായ ഇടപെടലിലൂടെ കടന്നു പോകുന്നത് കുടുംബശ്രീയും തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ്. അവരോട് ദൈനംദിനം ഇടപെടാത്ത ഒരു ഘട്ടവും വന്നിട്ടില്ല. അവരുടെ ആശങ്കകൾ, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ പുതിയ നിയമങ്ങളെ സംബന്ധിച്ച്, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് അവരെല്ലാം വന്ന് നമ്മളോട് പറയുമ്പോൾ അതിനെല്ലാം നമ്മുടെ പരിമിതിക്കകത്തുകൊണ്ട് പരിഹാരം കാണാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. കുറെയൊക്കെ വിജയിച്ചിട്ടുണ്ട്. കുറച്ചെല്ലാം നമ്മളുടെ നിയമത്തിന്റെയൊക്കെ ഭാഗമായി പരാജയപ്പെട്ടിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളോട് എനിക്ക് നന്ദി സൂചകമായി പറയാനുള്ളത്, ഏറ്റവും അച്ചടക്കമുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളായി നിങ്ങൾ ഈ 5 വർഷക്കാലം എന്നെ സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആശാവർക്കർ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ, കോവിഡിന്റെ തീഷ്ണമായ ഘട്ടത്തിൽ ആശാവർക്കറെ കുറിച്ച് നമുക്ക് ഓർക്കാതെ പോകാൻ കഴിയില്ല. ആരോഗ്യ പ്രവർത്തക എന്ന നിലയിൽ നമ്മുടെ ആശാവർക്കർ മേരിക്കുട്ടി ചേച്ചി ആത്മാർത്ഥമായി 100% അർപ്പണബോധത്തോടു കൂടി നമ്മളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചു. ആശാവർക്കറെ കുറച്ചധികം കാര്യങ്ങളെല്ലാം സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനപ്പുറം അവർ അവരുടെ ജോലി കൃത്യമായി നിറവേറ്റി മുന്നോട്ട് ഇപ്പോഴും പോകുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഓർക്കണം. രണ്ടാമത് ഹരിതകർമ്മസേനാംഗങ്ങളാണ്. നമ്മുടെ നാട്ടിൽ തുടക്കത്തിലെല്ലാം വലിയ ചർച്ച, ഹരിതകർമ്മസേനയ്ക്ക്
50 രൂപ യൂസർ ഫീ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാം വലിയ വിവാദം സോഷ്യൽ മീഡിയയിലെല്ലാം വരുമ്പോൾ ആ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഹരിതകർമ്മസേനയെ പ്രൊട്ടക്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ഇപ്പോൾ എല്ലാവരും ആ ബോധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ഒരു വസ്തുവാണ് എന്ന് മനസ്സിലാക്കി വളരെ അച്ചടക്കത്തോടു കൂടി തേവന്നൂർ വാർഡിലെ മുഴുവൻ വീടുകളും ആ ഹരിതകർമ്മസേന അംഗങ്ങളോട് സഹകരിക്കുകയും ഏറെ അർപ്പണബോധത്തോടു കൂടി അവർ ആ ജോലി കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഈ ഘട്ടത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന അംഗൻവാടിയാണ്. പല അംഗൻവാടികളിലെയും കുട്ടികളുടെ കുറവെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. അംഗൻവാടിയിൽ പുതുതായി വന്ന ടീച്ചറും അവിടുത്തെ വർക്കറും തൊട്ടു മുമ്പുണ്ടായിരുന്ന ടീച്ചറുമെല്ലാം ഏറെ നന്നായി കുട്ടികളെ നോക്കുകയും ആ അംഗൻവാടിയിലേക്ക് കുട്ടികൾ വിടുന്നതിന് ആത്മവിശ്വാസത്തോടുകൂടി നമ്മുടെ രക്ഷകർത്താക്കൾ തയ്യാറാകുന്ന ഘട്ടം വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു 5 വർഷക്കാലത്തിനിടയിൽ നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിൽ നിന്നുണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. കർഷകർ ഇവിടെ നമ്മൾ ഒരു 4-5 കർഷകരെ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വലിയൊരു കാർഷിക മേഖലയായിരുന്ന തേവന്നൂരിൽ ഏറെ സജീവമായി സജീവ് സാറിനെ പോലെയുള്ള കർഷകർ ആ ഇടപെടിയിൽ പുതുതായി കാർഷിക മേഖലയിലേക്ക് ചെറുപ്പക്കാരുൾപ്പെടെ കടന്നു വരാൻ പ്രചോദനമായി നിൽക്കുന്ന കർഷകരെ ഈ ഘട്ടത്തിൽ നമ്മൾ ആദരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ വാർഡിലെ എല്ലാ വിഭാഗം ജനങ്ങളും ആത്മാർത്ഥമായി സഹകരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇതുപോലൊരു യോഗത്തിൽ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നത് എന്ന് കൂടി ഓർത്തുകൊണ്ട് ഈ 5 വർഷക്കാലം നിങ്ങൾ നൽകിയ സ്നേഹത്തിനും എന്നിൽ നിന്നുണ്ടായ തെറ്റുകൾക്ക് പറഞ്ഞു തിരുത്തിയവരും ആരെങ്കിലും മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബോധപൂർവം നിങ്ങളോടൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും വാക്കുകളാൽ പറഞ്ഞു തീരാൻ കഴിയുന്ന നന്ദിയല്ല ഉള്ളത്. എങ്കിലും വലിയ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഈ ഘട്ടത്തിൽ നിങ്ങളോട് പറയുന്നു. ഇത് ഈ വാർഡിന്റെ തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും കർഷകരും അടങ്ങുന്ന ഈ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഈ വാർഡിന്റെ ഒരു പരിച്ഛേദമായി കണ്ടുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും എനിക്ക് നൽകിയ സ്നേഹത്തിനും കരുതലിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വികസനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് എന്റെ പ്രിയ സുഹൃത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷൈൻ കുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വികസനോത്സവത്തിന്റെ അധ്യക്ഷൻ ഈ വാർഡിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീ ആർ ഹിരൺ, സ്വാഗതം ആശംസിച്ച ഇടത്തറപ്പുഴ വാർഡ് മെമ്പർ സന്തോഷ് കുമാർ, തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീ പി.കെ. ബാലചന്ദ്രൻ, ആശാ വർക്കറെ ആദരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ജി വിക്രമൻ, ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്ന വാർഡ് മെമ്പർ കവിതാ ശാലിനി, മികച്ച കർഷകരെ ആദരിക്കുന്ന ഇളമാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള MC ബിൽകുമാർ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം D. തങ്കപ്പൻ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ് വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചത്. അതിനുവേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 2 ലക്ഷം രൂപ വികസന സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം തദ്ദേശ സ്ഥാപനങ്ങളെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഒപ്പം ചേർന്ന് നിന്ന് ആശാ വർക്കർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും അംഗൻവാടി ടീച്ചർമാരെയും ഹെൽപ്പർമാരെയും ഒക്കെ ആദരിക്കുകയും കാർഷിക മേഖലയെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിർത്തിയ കർഷകരെ ആദരിക്കുന്നതിന് വേണ്ടിയെല്ലാം സർക്കാർ നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. എന്നാൽ ചില തദ്ദേശ സ്ഥാപനങ്ങൾ ആ നിർദ്ദേശത്തെ അംഗീകരിക്കാതെ വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ അവരിൽ ചിലർ അവരുടെ വാർഡുകളിൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വികസനോത്സവം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം കേരളം
സാമ്പത്തികമായ ചില ഉപരോധങ്ങളെ നേരിട്ട കാലമാണ്. അർഹമായ GST വിഹിതം ലഭിക്കാതെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സം സൃഷ്ടിക്കപ്പെട്ട ഒരു കാലത്ത് ആ പ്രതിസന്ധികളെ അങ്ങേയറ്റം ഇച്ഛാശക്തിയോടുകൂടി മറികടന്ന് മുന്നേറി ലോകത്ത് അതിദരിദ്രരില്ലാത്തൊരു ഭൂപ്രദേശമായി കേരളപ്പിറവി ദിനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് ഇത് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒന്നുകൂടിയാണ് എന്ന തിരിച്ചറിവാണ് സർക്കാരിനും ജനപക്ഷത്ത് നിൽക്കുന്നവർക്കും ഉള്ളത്. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ഇടയിൽ വാർഡ് മെമ്പർ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ 2020 തദ്ദേശ സ്ഥാപനത്തിലേക്കുള്ള ഭരണസമിതി അധികാരത്തിൽ വരുന്ന ഘട്ടം കോവിഡ് എന്ന മഹാമാരിയുടെ കാലത്താണ്. അന്നത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുക എന്നതായിരുന്നു. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ആരംഭിച്ചുകൊണ്ട് കോവിഡ് ബാധിതരെ അവിടെ പാർപ്പിച്ച് ചികിത്സിച്ച് രോഗവിമുക്തരാക്കി വിടുന്ന ഏറ്റവും മഹത്തായ പ്രവർത്തനം ഏറ്റെടുത്ത ഒരു പഞ്ചായത്തായിരുന്നു അന്നത്തെ. അതിന് നേതൃത്വം കൊടുക്കാൻ പഞ്ചായത്തുകൾക്ക് കഴിഞ്ഞത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ പഞ്ചായത്തിന് യഥേഷ്ടം പണം വിനിയോഗിച്ചുകൊണ്ട് ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ ഇടപെടാം എന്ന നിലപാട് സ്വീകരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ്. ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയിൽ പോലും കോവിഡ് ചികിത്സയ്ക്ക് പണം ഈടാക്കിയിരുന്ന ഒരു ഘട്ടത്തിലാണ് സാമ്പത്തികമായ ഉപരോധം നിലനിൽക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള വിമുഖതയും കാണിക്കേണ്ട എന്ന് കേരളത്തിലെ ആരോഗ്യവകുപ്പിനോട് നിർദ്ദേശിച്ചത്. ആ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് ആ നിലയിൽ നേതൃത്വം കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി KK ശൈലജ ടീച്ചറിനെ ലോകം ആദരിക്കുന്ന സാഹചര്യമുണ്ടായി. കോവിഡ് എന്ന മഹാമാരി മാറിയതിനു ശേഷം നാടിന്റെ സർവ്വതോന്മുഖമായ വികസന പ്രവർത്തനത്തിലേക്ക് സർക്കാർ ലക്ഷ്യം വെക്കുകയും തദ്ദേശ സ്ഥാപനങ്ങളെ അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്തു. കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ സർക്കാർ പ്രഖ്യാപിച്ചത് കേരളത്തിൽ അതിദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ പരിഗണിച്ച് അതിദാരിദ്ര്യം ഇല്ലാതാക്കി മാറ്റും എന്ന് പ്രഖ്യാപിക്കുന്ന 4 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ അതിദരിദ്ര നിർമ്മാർജ്ജനത്തിന് വേണ്ടി ദരിദ്രരെ കണ്ടെത്തുന്ന പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളായിരുന്നു ഏറ്റെടുക്കേണ്ടിയിരുന്നത്. നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് 6000 ആളുകളെ കുടുംബശ്രീ പ്രവർത്തകരുടെയും മറ്റും നേതൃത്വത്തിൽ സർവേ നടത്തി കണ്ടെത്തി സ്ക്രൂട്ടിനി നടത്തി അർഹരായവരെ കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള പരിഹാര പ്രക്രിയകളായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ആവശ്യമാണ്. ഭൂമിയുണ്ട് പക്ഷെ വീടില്ല, വീടുണ്ട് പക്ഷെ അവർക്ക് മറ്റ് ആരോഗ്യപരമായ ചികിത്സയ്ക്കും മറ്റുമുള്ള സൗകര്യമില്ല, അല്ലെങ്കിൽ വഴിയില്ല, അല്ലെങ്കിൽ വെളിച്ചമില്ല, വെള്ളമില്ല. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അതിദരിദ്രരെ നിർണ്ണയിക്കുന്നതിനകത്ത് മാനദണ്ഡങ്ങളായി മുന്നോട്ട് വെച്ചത്. അത് കണ്ടെത്തി അവരെ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് സർവേ നടത്തി തിരിച്ചറിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അത് പ്രഖ്യാപിക്കുകയും ചെയ്യുകയെന്നുണ്ടായി. അങ്ങനെ സമസ്ത മേഖലയിലും വികസനം ഉണ്ടാക്കിയ ഒരു സർക്കാരിന്റെ ചിറകിൻ കീഴിലാണ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഈ 5 വർഷക്കാലം മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ നാട്ടിൽ കാണുന്ന വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്നില്ല എന്ന് പരാതി ഉള്ളപ്പോൾ പോലും ആ പരാതിയുടെയും ആ ബുദ്ധിമുട്ടിന്റെയും പ്രയാസങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കാൻ പാടില്ല എന്ന തിരിച്ചറിവാണ് കേരളത്തിലെ സർക്കാരിനുണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 1600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചു. 2000 രൂപയായി വർദ്ധിപ്പിച്ചതിൽ ഹാലിളകിയ ആളുകൾ ചോദിക്കുന്നത് പണം എവിടെ, ഇതെല്ലാം എവിടെ നിർത്തിട്ട് കൊടുക്കും, എന്തിനാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചത്? കഴിഞ്ഞ ദിവസം ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അപകടമാണ്. കാരണം കേന്ദ്ര സർക്കാർ ഇതുവരെ തരുന്നില്ല, ഇനിയും ഒന്നും തരത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നാണ്.
ഇതേ നിലപാടാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനുള്ളത്. കേരളം ദാരിദ്ര്യം പിടിച്ചൊരു നാടാണെന്നും കേരളത്തിൽ റോഡില്ലെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കേരളത്തിന്റെ ആരോഗ്യ മേഖലയാകെ തകർന്നതാണെന്നും കത്തെഴുതിയാൽ പണം അനുവദിക്കാമെന്ന നിലപാടാണ് കേന്ദ്രമന്ത്രിക്കുള്ളത്. അതേ നിലപാട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും പറയുകയാണ്. നമ്മുടെ നാട് ഇങ്ങനെ ലോകോത്തരം വളർന്നൊരു നാടാണെന്ന് വിളിച്ചു പറയുന്നത് അബദ്ധമാണ് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവും ആണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയണം, നമ്മുടെ നാട്ടിൽ 1600 രൂപയായിരുന്ന പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചു. ഈ രാജ്യത്ത് വേറൊരു സംസ്ഥാനത്തും അങ്ങനെ ഒരു ക്ഷേമ പെൻഷനേ ഇല്ല. അംഗൻവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും ഓണറേറിയം 1000 രൂപ വീണ്ടും കൂട്ടിയിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് 1000 രൂപ 35 ലക്ഷം സ്ത്രീകൾക്കാണ് ലഭിക്കാൻ പോകുന്നത്. എല്ലാ സ്ത്രീകൾക്കും ലഭിക്കുമെന്നുള്ളത് വേണ്ട, 35 ലക്ഷം സ്ത്രീകൾക്ക് ലഭിക്കാൻ പോകുന്നത്. വേറെ ഏത് രാജ്യത്താണ്, ഈ രാജ്യത്ത് തന്നെ ഏത് ഭൂപ്രദേശത്താണ് ഇങ്ങനെ ഒരു സാഹചര്യമുള്ളത്? ഈ നാട്ടിലെ മനുഷ്യരെ അല്ലലില്ലാതെയും ആവലാതികളില്ലാതെയും കടന്നു കൊണ്ടുപോകുക എന്ന സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് 5 ലക്ഷം ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് വെച്ചു കൊടുക്കുന്നു. ഒരു കുടുംബത്തിൽ ഏറ്റവും കുറഞ്ഞത് 3 ആളുകൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ 15 ലക്ഷം ആളുകൾക്ക് വീടൊരുങ്ങുകയാണ് രാജ്യത്ത്. ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ മാത്രമാണ്. അപ്പൊ ചില ആളുകൾ പറയുന്നത് ഇതെല്ലാം കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ്, ഈ അതിദരിദ്രരില്ലാത്ത കേരളം ഉണ്ടായത് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. PM പ്രധാനമന്ത്രിയാണ് വീടിന് പൈസ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. എത്ര രൂപയാണ്? 72,000 രൂപയാണ്. PMAY പ്രകാരമുള്ള വീട് വെക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഒരു വീടിന് 72,000 രൂപയാണ്. കേന്ദ്ര മാനദണ്ഡ പ്രകാരം ഒരു വീടിന് ചെലവാകുന്നത് 1.5 ലക്ഷം രൂപയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും 1.5 ലക്ഷം രൂപയ്ക്ക് ഇവിടെ ഒരു വീട് വെക്കാൻ കഴിയും? ഒരു കക്കൂസ് മുറി പണിയണമെങ്കിൽ എത്ര ലക്ഷം രൂപയാകും? ബീഹാറിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും എല്ലാം ഒരു വീട് വെക്കുന്നതിന് 1.5 ലക്ഷം രൂപയാണ്. കേരളത്തിൽ 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു കക്കൂസ് മുറി, ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയാൻ കഴിയത്തില്ല. അപ്പൊ 1.5 ലക്ഷം രൂപയ്ക്ക് വീടും വയ്ക്കണം, അവിടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും പതിച്ചു വയ്ക്കണം എന്ന നിലപാട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. കയറിക്കിടക്കുവാൻ ഒരു വീടുണ്ടാകുക എന്നത് അവരുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല എന്ന നിലപാടാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചത്. അങ്ങനെയാണ് 4 ലക്ഷം രൂപയ്ക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. ഏതെങ്കിലും ഒരു വീട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ അതിനു മുമ്പ് മുഖ്യമന്ത്രിമാരായിരുന്നവരുടെയോ ഫോട്ടോ പതിച്ച് വീട് വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് അവരുടെ അഭിമാനത്തെ ഇല്ലാതാക്കുന്നതാണ്. ഔദാര്യം കിട്ടിയതായി അവർക്ക് തോന്നാൻ പാടില്ല എന്ന നിലപാടാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ അതിദരിദ്രരില്ലാത്ത കേരളം ഉണ്ടായതെങ്കിൽ എന്തുകൊണ്ട് എത്രയോ കാലമായി ഭരിക്കുന്ന ഉത്തർപ്രദേശ്, BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനൽ റിപ്പോർട്ട് ചെയ്തു, ബീഹാറിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണം. ബീഹാറിലെ ഒരു ആശുപത്രി നിങ്ങൾ കണ്ടു കാണും. ബീഹാറിലെ ആശുപത്രിയിലെ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ എവിടെയാണ് MBBS പഠിച്ചത് എന്ന് വെച്ചപ്പോൾ MBBS അതെന്താണ് സാധനം എന്ന് അവിടുത്തെ ഡോക്ടർ ചോദിക്കുകയാണ്. അവിടുത്തെ ആളുകളോട് ചോദിക്കും, നിങ്ങളെ ഡോക്ടർ എങ്ങനെയുണ്ട്? ഡോക്ടർ കൊള്ളാം, നല്ല ഡോക്ടറാണ്, ഏത് അസുഖമായിട്ട് ചെന്നാലും മരുന്നും ഗുളികയെല്ലാം തരുന്നുണ്ട്. ഇതാണ് അവിടുത്തെ ആശുപത്രി. അവിടുത്തെ ഗ്രാമവാസികൾ മലമൂത്ര വിസർജനം നടത്തുന്നതിന് കക്കൂസില്ല. നമ്മുടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുമ്പോൾ അതിനെതിരെ സമരം നടന്നപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇതിന്റെ പൈസ, ഇതിന്റെ ലാഭവിഹിതം കൊണ്ടുപോയി ഞങ്ങൾ വടക്കേന്ത്യൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവർക്ക് കക്കൂസ് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇന്നും നമ്മുടെ നാട്ടിൽ അതില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. അപ്പൊ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് മുമ്പ് ജലജീവൻ മിഷന്റെ മുഴുവൻ പണവും ചെലവഴിച്ചിരുന്നത് കേന്ദ്ര സർക്കാരാണെങ്കിൽ ഇന്ന് ജലജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കണമെങ്കിൽ 50% സംസ്ഥാന സർക്കാർ അതിന്റെ വിഹിതം എടുക്കണം. സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്ഥാപനങ്ങള് ബെനിഫിഷ്യറി വിഹിതം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജലജീവൻ. മുമ്പ് കുടിവെള്ള പദ്ധതി ആ വീട്ടുകാർ പണം മുടക്കേണ്ടതില്ലായിരുന്നു. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാനദണ്ഡ പ്രകാരം വീട്ടുകാർ കൂടി പണം മുടക്കിക്കൊണ്ടാണ് ജലജീവൻ മിഷൻ നടപ്പാക്കുന്നത്. അപ്പോ ആ നിലയിലാണ് കേരളത്തിലെ വികസനങ്ങൾ സാധ്യമാകുന്നത്. കേരളത്തിൽ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ ഉണ്ടാകുന്നത്. നിങ്ങളിപ്പോ ഈ അടുത്ത കാലത്ത് ദേശീയപാതയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകും. ഒന്ന് നോക്കൂ, ഇത്രയും മനോഹരമായ ഒരു റോഡ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല.
ഒരു കാലത്ത് ദേശീയപാത അതോറിറ്റി അവരുടെ ഓഫീസ് അടച്ചുപൂട്ടി പോയി. കാരണം ഇവിടെ നടക്കത്തില്ല, കാരണം ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് പ്രശ്നമായി വന്നു. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം കൊണ്ട് ആരും ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇവരിത് അടച്ചുപൂട്ടി പോയപ്പോൾ 2016 വന്ന പിണറായി വിജയൻ സർക്കാർ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരാൻ പറഞ്ഞു. അവർ പറഞ്ഞില്ല, ഞങ്ങൾ വരത്തില്ല, ഇവിടെ ഈ പദ്ധതി നടപ്പാക്കില്ല. കാരണം ഞങ്ങൾ കൊടുക്കുന്ന പൈസ കൊണ്ട് ഭൂമി തരാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറല്ല, സമരവും പ്രക്ഷോഭവും ഒക്കെയാണ്. സാരമില്ല, രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സർക്കാർ 6000 കോടി രൂപ അധികം വെച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുത്തു. മോഹവില കൊടുത്തു വസ്തു ഉടമകൾക്ക്, അവർ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായി. ജനുവരി മാസമാകുമ്പോൾ അതിന്റെ 1ാം റീച്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. അങ്ങനെ നാടിന്റെ സർവ്വതോന്മുഖമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന്റെ ചിറകിൻ കീഴിലാണ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. അത് ഗ്രാമപഞ്ചായത്തായിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്തായിക്കോട്ടെ, ജില്ലാ പഞ്ചായത്തായിക്കോട്ടെ, എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു സർക്കാർ നമുക്ക് ഉണ്ടായതുകൊണ്ടാണ്. ഇവിടെ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അക്കമിട്ട് നിരത്തി വാർഡ് മെമ്പറോട് സൂചിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിനും ഈ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച കുരിക്കാട് ചെറുവല്ലൂർ റോഡിന് 13 ലക്ഷം രൂപയാണ് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈ വാർഡ് പ്രദേശത്താണ് ഏതാണ്ട് നൂറ്റാണ്ടിനോടടുത്ത് പാരമ്പര്യമുള്ള ഈ ജില്ലയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ അക്കാഡമിക് രംഗത്ത് ശ്രദ്ധേയമായ തേവന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, നമ്മൾ ഈ വികസനോത്സവം ചേരുന്ന ഈ സ്കൂള് നിലനിൽക്കുന്നത്. 1 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ ഇരിക്കുന്ന ഈ പൈതൃക കെട്ടിടം 15 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ വരുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ക്ലാസ് മുറിയായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. പൈതൃക കെട്ടിടം എന്നുള്ള നിലയിൽ ഇതിനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് ഇടിച്ചു പൊളിച്ച് കളയാനൊന്നും കഴിയില്ല. അപ്പൊ അതിനെ സംരക്ഷിക്കുക എന്ന നിലപാടാണ് ആദ്യം സ്വീകരിച്ചത്. 15 ലക്ഷം രൂപയ്ക്കാണ് ഇതിന്റെ ഓട് മാറ്റി പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി മനോഹരമാക്കി എടുത്തത്. തൊട്ടപ്പുറത്താണ് ഒരു സയൻസ് ലാബ്, 20 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ കെട്ടിടം 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ മെയിൻ്റനൻസ് നടത്തി. ഇപ്പോ മെയിൻ്റനൻസിന് വേണ്ടി 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. 30 ലക്ഷം രൂപയുടെ ഒരു പുതിയ കെട്ടിടം നമ്മൾ പണിഞ്ഞു. എന്നാൽ അതിന്റെ സ്ട്രക്ചർ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കത് ക്ലാസ് മുറിയായി പരുവപ്പെടുത്തി കുട്ടികൾക്കിരുന്ന് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അതിനും കൂടി പൈസ വിനിയോഗിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ 10 ലക്ഷം രൂപ കൂടി അത് വെച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ അത് നമുക്ക് തേച്ച് ടൈലൊക്കെ പാകി അടുത്ത അധ്യയന വർഷം കുട്ടികൾക്ക് അതിനകത്തിരുന്ന് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ടോയ്ലറ്റ് കോംപ്ലക്സ് അനുവദിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ തന്നെ വാട്ടർ പ്യൂരിഫയറിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ ഈ വാർഡ് പ്രദേശത്ത് തന്നെ ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വാർഡിൽ തന്നെ ഉള്ള നേതാജി ഗ്രന്ഥശാലയ്ക്ക് 10 ലക്ഷം രൂപയാണ് അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി ഇപ്പോ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത്. ഇതെല്ലാം കഴിയുന്നത് ഈ സർക്കാർ ഇങ്ങനെയെല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിന് വേണ്ടി മതിയായ ഫണ്ട് അനുവദിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ വികസനങ്ങളെ നമ്മുടെ നാട്ടിൽ തുടർ ചർച്ചയ്ക്ക് നമുക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. ഈ നാട് ഇങ്ങനെ കരുത്തോടെ കുതിച്ചു മുന്നോട്ട് പോകുവാൻ, നേതൃത്വം കൊടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അതിന്റെ പ്രതീക്ഷയുടെ വിളക്ക് കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ മേഖലയിലും നമുക്കുണ്ടാകുന്ന ഈ വികസനങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക എന്ന ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്, ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം ഈ വാർഡിനെ പരിമിതികളുടെയും പരാധീനതകളുടെയും എല്ലാം നടുവിൽ മുന്നോട്ട് പോകാൻ ഇവിടുത്തെ വാർഡ് മെമ്പറോടൊപ്പം കൈപിടിച്ച് നടന്ന ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ വികസനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അഭിവാദ്യം. നമ്മുടെ വാർഡിലെ ആശാ വർക്കറെ ആദരിക്കുന്നതിന് വേണ്ടി വികസന സദസ്സിൽ സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് ഡിവിഷൻ അംഗം ശ്രീ ജി വിക്രമനെ ക്ഷണിക്കും.
സംസാരിച്ച് ഒരുപാട് സമയം കളയുന്നില്ല, എല്ലാവരും അത്യാവശ്യക്കാരാണ്. ഏറെ പ്രിയപ്പെട്ട ഈ വികസന സദസ്സിൻ്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ആർ ഹിരൺ, ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷൈൻകുമാർ, MC വിനുകുമാർ, കവിതാശാലിനി, ഡി തങ്കപ്പൻ അടക്കം വേദിയിലുള്ള സന്തോഷ് കുമാർ അടക്കം വേദിയിലുള്ള ഏറെ പ്രിയപ്പെട്ടവർ, സദസ്സിലുള്ള കുടുംബശ്രീ, തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന അംഗങ്ങൾ അടക്കം ഉള്ള ഏറെ പ്രിയപ്പെട്ടവർ, നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഒരു പുതിയ അനുഭവമാണ്. ഞങ്ങൾ പറഞ്ഞൊരു 15 വർഷം മുന്നെയാണ് ഡി തങ്കപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ കാലാവധി പൂർത്തിയാക്കി പോവുക, അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്ന സമ്പ്രദായത്തിനപ്പുറം നിലവിലുണ്ടായിരുന്ന 5 വർഷക്കാലം തന്നെ തൻ്റെ വാർഡിലെ ജനങ്ങൾ അർപ്പിച്ച ഉത്തരവാദിത്വം അത് എങ്ങനെ നിറവേറ്റിയെന്ന് ആ വാർഡിലെ ജനങ്ങളെ വിളിച്ചിരുത്തി അവരുടെ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു ആത്മാർത്ഥത, ഒരു തീരുമാനം, അത് നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഒരു പുതിയ അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയും എല്ലാ പഞ്ചായത്തിലും വികസന സെമിനാറുകൾ, വികസന സദസ്സുകൾ സംഘടിപ്പിച്ച് സംസ്ഥാന ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിർഭാഗ്യവശാൽ നമ്മുടെ പഞ്ചായത്ത് അതിന് തയ്യാറായി. സ്വാഭാവികമായും ഭരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് അവരുടെ വാർഡുകളിലും അവർ നടത്താൻ തയ്യാറാണ്. പക്ഷെ ഗവൺമെന്റ് തീരുമാനമനുസരിച്ച് നടത്താൻ തയ്യാറായിട്ടുള്ള വേങ്ങൂർ, തേവന്നൂർ, ഇടത്തറപ്പണ, തോട്ടത്തറ, നെട്ടയമടക്കം ഈ പഞ്ചായത്തിലെ 5 വാർഡിലും വികസന സദസ്സുകൾ നടത്താനാണ് തീരുമാനിച്ചത്. നെട്ടയം വാർഡിലെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിക്ക് വേങ്ങൂർ വാർഡിൽ ശ്രീമതി കവിതാശാലിനിയുടെ വികസന സദസ്സ്, 2:30 മണിക്ക് തോട്ടത്തറ വാർഡ്, 4 മണിക്ക് തേവന്നൂർ ഇടത്തറപ്പണ വാർഡ്. ഇന്നുകൊണ്ട് ഈ 4 വാർഡ് 5 വാർഡിലെയും വികസന സദസ്സുകൾ അവസാനിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഹിരൺ സൂചിപ്പിച്ചു, 5 വർഷക്കാലം അടുത്ത തേവന്നൂർ വാർഡിൽ നിങ്ങളെല്ലാം സാക്ഷിയാക്കി ഇവിടെ നടത്തിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അഭിമാനത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിന്ന് പറയുവാൻ കഴിയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായി നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ്. ഇവിടെ അഡ്വക്കേറ്റ് ഷൈനടക്കം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഞങ്ങൾ 3 ആളുകൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, എന്താണോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആ നാട്ടിലെ ജനം നമ്മളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം, അത് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സത്യസന്ധമായി നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാലാവധി പൂർത്തീകരിക്കുമ്പോൾ ജനത്തെ വിളിച്ചിരുത്തി പറയുക എന്നുള്ളത് മറ്റു വാർഡുകളിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ കുളഞ്ഞി വാർഡിലും പോതു വാർഡിലും പുലിക്കുഴി വാർഡിലും ഇത്തരത്തിൽ ആളുകളെ വിളിച്ചിരുത്തി പറയുവാൻ അവർ കൂടി തയ്യാറാവണ്ടേ? ഇപ്പൊ ദേവന്നൂർ വാർഡിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ഹിരൺ പറഞ്ഞു. ഇപ്പൊ ഞങ്ങളെല്ലാം പൊതുപ്രവർത്തകരായിരിക്കുന്ന ഘട്ടത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ ഈ വാർഡുകളുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കവിതാശാലിനി അടക്കം പഞ്ചായത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ രാഷ്ട്രീയമായി ഞങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. പലപ്പോഴും ഫണ്ട് വീതം വയ്ക്കുമ്പോൾ ഒരു വിവേചനത്തോടു കൂടി ഉള്ള സമീപനം പഞ്ചായത്ത് സ്വീകരിക്കുമ്പോൾ പാർലമെന്റ് പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് ഹിരൺ അതിശക്തമായ നിലപാടാണ് പഞ്ചായത്ത് കമ്മിറ്റിയിലടക്കം എടുത്തിട്ടുള്ളത്.
ഒന്നിലധികം തവണ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് വാക്കൗട്ട് നടത്തുന്ന സ്ഥിതി ഈ 4-5 ആളുകൾ സ്വീകരിച്ചു. അത്തരത്തിൽ സംസ്ഥാന ഗവൺമെന്റ് താഴെത്തട്ടിലേക്ക് കൊടുക്കുന്ന ഫണ്ട് അത് യാതൊരു വിവേചനവുമില്ലാതെ അർഹമായ വിഹിതം നേടിയെടുക്കുന്നതിൽ ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തനം വളരെ ശ്രദ്ധേയമാണ്. അത്തരത്തിൽ നേടിയെടുത്ത ഫണ്ട് കൊണ്ടാണ് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള വികസന ക്ഷേമ പ്രവർത്തനം. സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കുന്ന പദ്ധതി വിഹിതത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഏതൊരു വികസന പ്രവർത്തനം നടത്താൻ കഴിയും. ഈ 5 വർഷത്തിനിടയിൽ 1,08,00,000 രൂപ എളമാട് ബ്ലോക്ക് ഡിവിഷനിൽപ്പെട്ട 11 വാർഡുകളിലായി ചെലവഴിക്കാൻ കഴിയും. ആ 1,08,00,000 രൂപ ചെലവഴിക്കുമ്പോൾ 27 ലക്ഷം രൂപയുടെ വികസനം തേവന്നൂർ വാർഡിലാണ് നടന്നിട്ടുള്ളത്. ഇവിടെ ഈ സ്കൂളിൽ പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു ടോയ്ലറ്റ് എന്നത് ഇവിടെ നമ്മൾ വരുന്ന ഘട്ടത്തിലെല്ലാം ഹിരണം ഇവിടുത്തെ പ്രിൻസിപ്പാളും അടക്കം ആവശ്യപ്പെട്ടതനുസരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് 15 ലക്ഷം രൂപയ്ക്ക് പെൺകുട്ടികൾക്ക് മാത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന ടോയ്ലറ്റ് നിർമ്മിച്ചു. റോഡുകൾക്ക് വേണ്ടി 10 ലക്ഷം രൂപ. ഇപ്പോ മെനഞ്ഞാന്ന് പണി പൂർത്തീകരിച്ച സോളാർ ലൈറ്റ്, കറണ്ട് ഇല്ലാത്തപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി ശേഖരിച്ച് കത്തുന്ന SC ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സോളാർ ലൈറ്റ് മെനഞ്ഞാന്നാണ് അതിന്റെ പണി പൂർത്തീകരിച്ചത്. നമ്മുടെ ഈ സ്കൂളിന്റെ ബാക്കിലായി വേണുവിന്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ് സൈഡ്. അപ്പോൾ ഇത്തരത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ടുകൾ പരമാവധി കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അഭിമാനമായ നിമിഷമാണ് നമ്മുടെ മുന്നിൽ. അപ്പോൾ തുടർന്ന് നമ്മുടെ നാട്ടിലെ വികസനങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടനുസരിച്ച് രാജ്യത്തിന് മാതൃകയായി കേരളം മാറുമ്പോൾ ഈ ജില്ലയ്ക്കും ഈ ബ്ലോക്ക് പഞ്ചായത്തിനും മാതൃകയായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വികസനം രംഗത്ത് മുന്നേറേണ്ടതായിട്ടുണ്ട്. അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുവാൻ വരുന്ന ആളുകളിൽ നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ പോലെ വികസന കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം അത് നിറവേറ്റുവാൻ കഴിയുന്ന ഒരു നേതൃത്വം തുടർന്നും ഈ വാർഡിൽ നിന്നുണ്ടാവേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു കരുത്തുറ്റ നേതൃത്വം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മെനഞ്ഞാന്ന് പണി പൂർത്തീകരിച്ച സോളാർ ലൈറ്റിന്റെ ഉദ്ഘാടനം കൂടി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഈ അവസരത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് തുടർന്ന് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സ്നേഹവും സഹകരണവും സഹായവും എല്ലാ തരത്തിലും ഈ നാടിനു വേണ്ടി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അഭിവാദ്യം. ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടി രണ്ടുപേർ സംസാരിക്കുന്നതിനും വേങ്ങൂർ വാർഡ് മെമ്പർ ശ്രീമതി കവിതാശ്രീ ക്ഷണിക്കും. ബഹുമാനനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ തേവന്നൂർ വാർഡ് മെമ്പർ കൂടിയായ ശ്രീമാനവർ ഹിരൺ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനനായ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ അഡ്വക്കേറ്റ് ഷാൻകുമാർ, ഈ യോഗത്തിൽ സംസാരിച്ച ബഹുമാനനായ ബ്ലോക്ക് മെമ്പർ ശ്രീ ജി വിക്രമൻപിള്ള അവർ, ഈ യോഗത്തിൽ സന്നിഹിതനായിട്ടുള്ള ഇളമാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ MC ബിനുകുമാർ, യോഗത്തിൽ സന്നിഹിതനായിട്ടുള്ള ഡി തങ്കപ്പനവർകൾ, വേദിയിലും സദസ്സിലുമുള്ള
പ്രമുഖ വ്യക്തിത്വങ്ങളെ, വികസനോത്സവം 2025 എന്ന പേരിൽ നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ സംസ്ഥാനത്തെമ്പാടും നടന്നു വരുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ വാർഡിൽ നടക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം നമ്മുടെ കൈകളിലല്ലാത്തത് കൊണ്ട് 17 വാർഡുകളിലും ഗവൺമെൻറ് തലത്തിൽ നിന്ന് ലഭിച്ച ഫണ്ട് കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ യഥാസമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയാതെ വന്നു. പഞ്ചായത്ത് തല വികസനോത്സവം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് LDFിൻ്റെ നേതൃത്വത്തിൽ അമ്പലമുക്കിയിൽ വെച്ച് നടക്കുകയുണ്ടായി. ഗവൺമെൻറ് തലത്തിൽ നടത്തി വരുന്ന മികച്ച പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്നതിൽ സംബന്ധിച്ച നമ്മുടെ മിനിസ്റ്റർ അടക്കമുള്ള നേതാക്കൾ അവിടെ സംസാരിച്ചു. എന്നാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ 17 വാർഡുകളിൽ 5 വാർഡുകളിൽ മാത്രമാണ് ഇപ്പോൾ വികസനോത്സവം കാര്യക്ഷമമായി നടക്കുന്നത്. ആ നടക്കുന്നത് എന്തെന്നാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ വാർഡുകളിൽ കാര്യക്ഷമമായി നടന്നിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം. നമ്മൾ ചുമ്മാതെ വികസനോത്സവം നടത്തിയത് കൊണ്ട് കാര്യമില്ല. ഈ തേവന്നൂർ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അക്കമിട്ട് ഈ വാർഡിൻ്റെ മെമ്പർ നിങ്ങളോട് പറയുകയുണ്ടായി. പറഞ്ഞില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അനുഭവവേദ്യമായ കാര്യങ്ങളാണ് അവയൊക്കെ. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വേങ്ങൂർ വാർഡിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ വികസന ഉത്സവം നടക്കുകയാണ്. അവിടെയും ഇവിടെ നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, തേവന്നൂർ വാർഡിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പുണ്യപുരാതനമായ നമ്മുടെ ഈ സ്കൂള്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ 2 സ്കൂളുകൾ ഇവിടെ നിരവധിയായ ഫണ്ടുകൾ കൊണ്ടുവന്ന് ത്രിതല പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും നിരവധിയായ MLA ഫണ്ടിൽ നിന്നായാലും ഗവൺമെൻറ് നേരിട്ടുള്ള ഫണ്ടിൽ നിന്നായാലും ഒക്കെ ഫണ്ടുകൾ കൊണ്ടുവന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഏറ്റവും ഉന്നതിയിലേക്ക് എത്താൻ, ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വേങ്ങൂർ വാർഡും തേവന്നൂർ വാർഡുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടുത്തെ നേരത്തെയുള്ള ഭരണങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വാർഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടത്തിയതുപോലെയുള്ള ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മൃഗസംരക്ഷണ മേഖലയിലും കാർഷിക മേഖലയിലും മറ്റ് മേഖലകളിലൊക്കെ തന്നെ ഇതുപോലെ ഫണ്ടുകൾ കൊണ്ടുവന്ന് ചെലവഴിച്ചുകൊണ്ട് ആ മേഖല മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുടുംബശ്രീ രംഗങ്ങളായാലും തൊഴിലുറപ്പ് രംഗങ്ങളായാലും നമ്മുടെ നാടിൻ്റെ നട്ടലായിട്ട് പ്രവർത്തിക്കുന്ന ഈ വിഭാഗം, അതാത് വാർഡിലെ ജനങ്ങൾ ഞങ്ങളോടൊക്കെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കും അതൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങളെപ്പോലെയുള്ളവർ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണ, നമ്മുടെ വാർഡിലെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ അവിടുത്തെ ജനങ്ങൾ, അവിടെ നിൽക്കുന്ന ജനപ്രതിനിധിക്ക് നൽകുന്ന പിന്തുണയാണ് കൂടുതൽ ഊർജത്തോടു കൂടി ആ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് കഴിയുന്നത്. അത്തരത്തിലൊരു പിന്തുണ ഇവിടെയും കിട്ടിയിട്ടുണ്ട്, എനിക്ക് അപ്പുറത്തും കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇവിടെ പറയുന്നത് അപ്പുറത്ത് ഇത് കേൾക്കാൻ നിങ്ങൾ വരികയല്ലോ, അതുകൊണ്ടാണ് ഇവിടെയും കൂടെ അത് പറഞ്ഞു പോകുന്നത്. അവിടെയും ഇതുപോലെ കർഷകരെ, കുട്ടി കർഷകരെ ഉൾപ്പെടെ 36ഓളം പേരെയാണ് അവിടെ ആദരിക്കുന്നത്. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 36 പേരെ അവിടെ ആദരിക്കുന്നുണ്ട്. അത് വെറുതെ നമ്മൾ മൊമെന്റോ അടിച്ച് അവരെ വെറുതെ ഒരാളെ വിളിച്ച് ആദരിക്കുമല്ല. അവർ ആ മേഖലകളിൽ, ഇവിടെ ഇപ്പൊ ഈ എടുത്ത ആൾക്കാരെല്ലാം അവരുടേതായ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ്. അതുപോലെ തന്നെയാണ് അപ്പുറത്ത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് തന്നെയാണ് എടത്രപ്പള വാർഡിന്റെയും വികസനോത്സവം നടക്കുന്നത്. അവിടെയും ഇത്തരത്തിലുള്ള ഇതിലും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ഞാൻ ഹിരണം നടത്തുന്നതിനേക്കായിട്ടുള്ള മെച്ചപ്പെട്ട പരിപാടിയായിട്ടാണ് അവിടെയും സംഘടിപ്പിച്ചിട്ടുള്ളത്.
ഇതുപോലെ തന്നെ ഈ 5 വാർഡുകളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ആ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞത് വെറുതെ അല്ല, ഞങ്ങളൊക്കെ കടന്നു വന്ന വഴികളിൽ ഞങ്ങൾക്ക് കിട്ടിയ നേതൃപരമായ പിന്തുണയും ഞങ്ങൾ പഠിച്ചു വന്ന ക്ലാസ്സുകളിലെ വ്യക്തതയും അറിവും ഒക്കെയാണ് നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് സഹായകരമായിട്ടുള്ളത്. ഇനിയും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ വീണ്ടും ഞങ്ങളിൽ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നു. അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ പിന്തുണയോടുകൂടി ഇനിയും കാര്യശേഷിയും കർമ്മശേഷിയുമുള്ള ആൾക്കാർ നിങ്ങളോടൊപ്പം കാണും എന്ന പ്രതീക്ഷ കൊണ്ടാണ് ആ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് ഇനി ഒന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും എനിക്ക് മുൻപേ സംസാരിച്ച ജനപ്രതിനിധികൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടി ഇനിയും സംസാരിക്കാൻ ആളുകൾ ഉള്ളത് കൊണ്ടുകൂടി കൂടുതൽ സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇതിൽ പങ്കെടുക്കാൻ അവസരം തന്ന തേവന്നൂർ വാർഡ് മെമ്പർക്കും അതുപോലെ എല്ലാ തേവന്നൂർ വാർഡിലെ ഞാൻ ഉൾപ്പെടുന്ന വാർഡാണ്, എൻ്റെ മെമ്പർ കൂടിയാണ് ഹിരൺ മെമ്പർ. അപ്പോൾ ഈ തേവന്നൂർ വാർഡിലെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇങ്ങോട്ട് നോക്കാം. ഹരിതകർമ്മസേന അംഗങ്ങളായിട്ടുള്ള ബിനിത, സുനീറ എന്നിവരെ ആദരിക്കുന്നു. സുനീറ മികച്ച കർഷകരെ ആദരിക്കുന്നതിന് വേണ്ടി രണ്ടുപേർ സംസാരിക്കുന്നതിനും ഇളവാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ LC വേണുഗോപാലിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനായിട്ടുള്ള വാർഡ് മെമ്പർ ശ്രീ ഹിരൺ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് മറ്റൊരു വർത്തമാനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റാണ് എല്ലാ പഞ്ചായത്തുകളിലും വികസനോത്സവം നടത്തുവാൻ തീരുമാനിച്ചത്. നമ്മുടെ ജനാധിപത്യത്തിൽ ഏറ്റവും വലുതാണ് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തോടുകൂടി ഭരണം ഏൽപ്പിക്കുന്നവർ അവരുടെ ചുമതലകൾ എത്രത്തോളം നിറവേറ്റി എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പരിശോധനയും വിശകലനവും നടത്തേണ്ടുന്നതും അറിയേണ്ടുന്നതും ജനങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനിച്ചത്. പക്ഷെ എന്നാൽ മറ്റുള്ള പഞ്ചായത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇളവാട് പഞ്ചായത്ത് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തണ്ട എന്ന് തീരുമാനിച്ചു. UDFന്റെ പല പഞ്ചായത്തുകളിലുമൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഈ രാഷ്ട്രീയമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വരികയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ജനപ്രതിനിധി എല്ലാവരുടെയും കൂടിയാണ്. പഞ്ചായത്ത് മെമ്പർ എല്ലാവരുടെയുമാണ്, MLA എല്ലാവരുടെയുമാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരുടെയുമാണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ എല്ലാം ജനങ്ങളുടെയാണ്. അത് ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ്. എന്നാൽ നമ്മുടെ ഇളമാട് പഞ്ചായത്ത് അങ്ങനെ ഒരു വികസനോത്സവം നടത്താത്തതിന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സമീപത്തുള്ള മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് പൊതുവായിട്ടുള്ള വികസനങ്ങൾ ഒന്നുമേ തന്നെ നടത്താത്തൊരു പഞ്ചായത്താണ് ഇളമാട് പഞ്ചായത്ത്. നമ്മുടെ പഞ്ചായത്തിൻ്റെയൊക്കെ തന്നെ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്ത് വെളുന്നല്ലൂർ തന്നെ കഴിഞ്ഞ മാസം 2 പ്രോഗ്രാമാണ് നടന്നത്. ഒന്ന് രാജീവ് ഗാന്ധി ബയോടെക്നോളജിയുടെ വലിയൊരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഓഫീസും അതിൻ്റെ സംവിധാനവും വെളുന്നല്ലൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ആറ്റിൽ കുട്ടവഞ്ചി
ആ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഇളമാട് പഞ്ചായത്തിൽ ഏതെങ്കിലും പൊതുവായിട്ടുള്ള പൊതുവികസനത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ പദ്ധതിയും ആവിഷ്കരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നടക്കാത്തൊരു പഞ്ചായത്ത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ജനപ്രതിനിധികൾ അവർക്ക് നൽകുന്ന ഈ പദ്ധതി വിഹിതമായാലും ശരി തന്നെ അവർക്ക് കിട്ടുന്ന നീതിയുക്തമായിട്ട് ഫണ്ടുകൾ വിനിയോഗിക്കുക എന്നുള്ളത് പഞ്ചായത്ത് ഭരണസമിതി ഉത്തരവാദിത്തം. നമ്മുടെ പദ്ധതി വിഹിതത്തിന്റെ 40% പഞ്ചായത്ത് വഴികളാണ് ചെലവഴിക്കുന്നത്. ആ സർക്കാർ കൊടുത്ത പൈസ അവിടെ ഇവിടെയും ചെലവഴിച്ചു എന്നല്ലാതെ പൊതുവികസനത്തിന് വേണ്ടിയിട്ട് നൂതനമായിട്ടുള്ള ആശയപരമായിട്ടുള്ള ഒരു പദ്ധതിയും നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്നില്ല ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ. അത് തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിന് അതെല്ലാം അനുഭവിക്കേണ്ടത് നമ്മളെല്ലാവരും. ഇളമാട് പഞ്ചായത്തിൽ പുതുതായിട്ടൊന്നും തുടങ്ങാൻ കഴിഞ്ഞില്ല. നമ്മുടെ MLA വഴിയൊക്കെ വരുന്ന പദ്ധതികളെയൊക്കെ അത് തടസ്സപ്പെടുത്തുക. അപ്പം പലപ്പോഴുള്ള പ്രശ്നം എന്താ, MLAക്ക് ഡയറക്റ്റ് ചില പദ്ധതികൾ തുടങ്ങാൻ കഴിയുന്നില്ല. പഞ്ചായത്തുകൾക്ക് വിട്ടുകിട്ടപ്പെട്ട സ്ഥാപനങ്ങൾ, നമ്മുടെ ആശുപത്രി, അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡുകൾ, ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രി, സർക്കാർ പ്രൈമറി സ്കൂളുകൾ അടക്കമുള്ളതെല്ലാം പഞ്ചായത്തിന് വിട്ടുകിട്ടപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പൊ അവിടെയൊക്കെ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ പോലും സർക്കാരിന്റെ NOC അല്ല പഞ്ചായത്തിന്റെ NOC അവരുടെ അനുമതി കൂടി വേണം. പല പദ്ധതികൾക്കും കൊടുക്കാറില്ല. ഇവിടെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ കഴിഞ്ഞ ആഴ്ചയാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ MLAയുടെ ഫണ്ട് 3,90,00,000 രൂപ. നിങ്ങൾ ആ എമൗണ്ടിന്റെ ഒരു 3,90,00,000 രൂപ വലിയൊരു പദ്ധതിയല്ലേ? നമ്മുടെ ഈ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് 3,90,00,000 രൂപ ഇവിടെ ചെലവഴിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുകയും ഇവിടെ ചെലവഴിക്കുകയും ചെയ്ത ജില്ലാ പഞ്ചായത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. ഒരു പഞ്ചായത്തിൽ പരിശ്രമം നടത്തിയിട്ടില്ല. മെനിഞ്ഞാന്നാണ് നമ്മളെല്ലാം ആശ്രയിക്കുന്ന ഇളമാട് ആശുപത്രി, അതിന്റെ ഭൗതിക വികസനത്തിന് വേണ്ടി പഞ്ചായത്ത് ഒന്നും ചെയ്തിട്ടില്ല. അവിടെ 50 ലക്ഷം രൂപ MLAയുടെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് അവിടെ കെട്ടിടം പണിഞ്ഞത് നിങ്ങളെല്ലാം കണ്ട മനോഹരമായിട്ടുള്ള, അവിടെ സ്ഥലപരിമിതി കൊണ്ട് അത് പരിഹരിക്കുവാൻ ചെയ്തു. അങ്ങനെ നിരവധിയായിട്ടുള്ള നമ്മുടെ റോഡായാലും ശരി തന്നെ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ MLA വഴിയായാലും ശരി തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വഴിയായാലും ശരി ജില്ലാ പഞ്ചായത്ത് വഴി നടപ്പിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു പദ്ധതി ഒന്നും ഇങ്ങോട്ട് വന്ന് കയറുന്നില്ല. നമ്മുടെയൊക്കെ തന്നെ MLA പറയുന്ന ഒരു വിഷയമുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ സ്വാഭാവികമായിട്ടും വിവിധങ്ങളായിട്ടുള്ള പ്ലാൻ ഫണ്ട് മാത്രമല്ല, നമ്മുടെ പഞ്ചായത്തുകളിലേക്ക് വികസനം കൊണ്ടുവരുന്നതിന് വിവിധ മന്ത്രിമാരെ പോയി കാണണം. നമ്മുടെ പഞ്ചായത്തിലേക്ക് ഒരു ഓഫീസ് തരണം, പുതുതായിട്ട് വികസനം കൊണ്ടെത്തിക്കണം, പോയി പറയണ്ടേ? അവർ വന്നാൽ പോലും കഥകൾ കൊട്ടിയടക്കുക. MLA ഫണ്ട് ഇവിടെ തന്നെ 1.5 കോടി രൂപ 2 കോടി രൂപയുടെ ലാപ്സായി കളഞ്ഞു. പഞ്ചായത്ത് അനുവാദം കൊടുക്കില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുള്ളത്. ഏറെ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഭരിക്കുന്ന അല്ലെങ്കിൽ വാർഡ് മെമ്പർമാർ ഇവിടെ അക്കമിട്ട് ഹിരൺ ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ പരിമിതികളുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ഞങ്ങൾക്ക് ഇന്നതാണ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി പറയുന്നില്ല? ഞങ്ങളുടെ പരിമിതി എന്തായിരുന്നു? അല്ലെങ്കിൽ ആരെങ്കിലും സഹകരിച്ചിട്ടില്ലേ? MLA സഹകരിച്ചിട്ടില്ലേ? ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് പഞ്ചായത്ത് മെമ്പർമാർ സഹകരിച്ചില്ലേ? ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഇടതുപക്ഷത്തിന്റെ പറയണ്ടേ? പറഞ്ഞിട്ടില്ല. ഞാനതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞു പോകുന്നില്ല. നമ്മുടെ പഞ്ചായത്തിന്റെ പൊതുവികസനത്തിനും ഈ പഞ്ചായത്തിനോട് താല്പര്യമുള്ള സ്വാഭാവികമായിട്ടും ഇവിടെ ഈ 3,90,00,000 രൂപ നിങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യത്തോട് തീരുമാനിച്ചുകൊണ്ട് പഞ്ചായത്ത് മെമ്പറുടെ അടക്കമുള്ള പരിശ്രമം കൊണ്ടുമാണ്. അപ്പൊ അങ്ങനെ ഒരു പരിശ്രമം നടത്താത്ത കണ്ണടച്ചിരിക്കുന്ന 5 വർഷക്കാരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് തോന്നുന്നത്. അതെല്ലാം മനസ്സിലാക്കാനുള്ള കാലയളവാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യത്തിനാണ് മറ്റുള്ള വികസനത്തെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം വികസനങ്ങൾ ഇളമാട് സർവീസ് സഹകരണ ബാങ്ക് വഴിയാണ് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത്. ഹിരണാണ് കൊണ്ട് കൊടുക്കുന്നത്. എത്ര പേർക്കാണ് കൊടുക്കുന്നത്? 150-ലധികം ആളുകൾ കൊടുക്കുക. ഒരു മാസം തന്നെ ഇപ്പൊ 2,000 രൂപ വെച്ചാൽ 3 ലക്ഷം രൂപ അവരുടെ കൈകളിലെത്തുക. ഓരോരുത്തരുടെയും പാവപ്പെട്ട ആളുകളുടെ അവർക്ക് മരുന്ന് വാങ്ങുവാൻ, ചെറിയ ചെറിയ ആവശ്യങ്ങൾ സാധീകരിക്കാൻ ഇതിനു വേണ്ടുന്ന സഹായകരമായ നിലപാടെടുക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്
ആ ഗവൺമെന്റിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞു പോകുന്നില്ല. ഞാൻ വൈകിയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുകയാണ്. എന്നെ ഏൽപ്പിച്ച കർത്തവ്യം മികച്ച കർഷകരെ ആദരിക്കലാണ്. ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ സജീവ് സാർ, ശ്രീ വിദ്യാധരൻ, സുൽബത്ത് ദത്ത, ശ്രീ വിജയൻ പിള്ള, ശ്രീ വിജയൻ പിള്ള, ജെനി മണ്ഡൽ എത്തിച്ചേർന്നിട്ടുണ്ടോ? ശ്രീമതി സുൽബത്ത്, ഒരു കർഷകനെ കൂടി ഉണ്ടായിരുന്നു. ഒരു പുള്ളി സുഖമില്ലാത്തതുകൊണ്ട് എത്തിച്ചേരാനതാണ്. അപ്പോൾ നമുക്ക് ആരും രക്ഷകരാവണ്ട. 12 മണിക്ക് തന്നെ അംഗൻവാടി ടീച്ചർ അംഗനവാടി ടീച്ചർമാരെ ആദരിക്കുന്നത് ബഹുമാനായിട്ടുള്ള വാർഡ് മെമ്പറാണ്. ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കാനായി ഇവിടെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ബ്ലോക്കിന്റെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PK ബാലേന്ദ്രൻ ഇവിടെ എത്തിയെങ്കിലും ഒരു മരണവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു. അതുകൊണ്ട് ആ ആദരം തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കുന്ന ഇതിനുവേണ്ടി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈൻകുമാറിനെ ക്ഷണിക്കുന്നു. ഹലോ, നമ്മുടെ വാർഡിൽ 3 സൈറ്റാണുള്ളത്. ആ 3 സൈറ്റിലെയും മുഴുവൻ തൊഴിലാളികൾക്കും വലിയൊരു ഉപഹാരമെന്നോ സമ്മാനമെന്നൊന്നും പറയാൻ കഴിയില്ല. മുഴുവൻ തൊഴിലാളികൾക്കും വസ്ത്രമാണ് നൽകുന്നത്. അത് 3 സൈറ്റിന്റെയും മേറ്റുമാർ മുമ്പോട്ട് വന്ന് ആദരം ഏറ്റുവാങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ 3 സൈറ്റിലെ മേറ്റുമാരുടെ പേര് പ്രത്യേകം വിളിക്കുന്നില്ല. ആ സൈറ്റിലെ മേറ്റുമാർക്കറിയാം. 3 സൈറ്റിലെ മേറ്റുമാർ എത്തിച്ചേരണം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉള്ള ഉപഹാരം മേറ്റുമാർ വഴി നിങ്ങളുടെ കൈകളിലെത്തും. ഏകദേശം ഒരു 80ഓളം തൊഴിലാളികളുണ്ട്. ആ 80ഓളം തൊഴിലാളികളെ ഓരോരുത്തരെയായി വിളിച്ച്, ഒരു സൈറ്റുകളുണ്ട്, ഓരോരുത്തരായി വിളിച്ച് അവർക്ക് തന്നെ സമയത്തിന്റെ പരിമിതി അല്ലാതെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ ചടങ്ങ് ഇങ്ങനെ ലഘൂകരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്കും ഈ 5 വർഷക്കാലം നൽകിയ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കെവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വാർഡിന്റെ ബഹുമാനീയനായ മെമ്പറിന് ഉപകാരം നൽകുന്നതിന് വേണ്ടിയിട്ട് തൊഴിലുറപ്പ് മേറ്റുമാരെ ക്ഷണിച്ചോളൂ.
അപ്പോൾ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം. ഞാൻ മുൻപ് സൂചിപ്പിച്ചത് മേറ്റുമാർ ഓരോ സൈറ്റിലെയും പുരുഷ വനിതാ എണ്ണം വന്ന് ഞാൻ ഈ പറഞ്ഞ ഉപഹാരം മേടിക്കണം. അത് നാളെ സൈറ്റിൽ തുടർന്നുള്ള സൈറ്റിൽ നിങ്ങൾ കൊടുത്താലും മതി. ഇപ്പൊ അത് വാങ്ങിപ്പോകാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അത് കൃത്യമായി നിങ്ങളുടെ കയ്യിൽ മേറ്റുമാരെത്തിക്കും. അപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, അല്ലാതെ പങ്കെടുത്ത നാട്ടുകാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വികസനോത്സവം അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി.